ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പെട്രോൾ ഹെഡ് മോട്ടോർ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് സ്റ്റാർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ക്വാറൻറ്റൈൻ ആയിരുന്നു. നമ്മുടെ ഒരു കസിന് പോസിറ്റീവ് ആയതിൻ്റെ പേരിൽ നമ്മൾ 7 ദിവസം ഹോം ക്വാറൻറ്റൈൻ ഇരുന്ന് ചെക്ക് ചെയ്ത് നെഗറ്റീവ് ആയതിനു ശേഷമാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ കുവൈറ്റ് ജോസേട്ടൻ്റെ വണ്ടിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. കുവൈറ്റ് ജോസേട്ടൻ്റെ മോൻ ജെറിബായിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞ് കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുണ്ട് അവരുടെ കസിൻസിൻ്റെ ആരുടെയോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, വണ്ടിക്ക് കുറച്ച് പാർട്സിൻ്റെ ആവശ്യമുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി എറണാകുളത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കളക്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ജോസേട്ടൻ്റെ വണ്ടി ബാക്കി പരിപാടികൾ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനെപ്പറ്റി കുറേ പേര് നമ്മുടെ അടുത്ത് കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അതിൻ്റെ കാര്യം മെൻഷൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിഗോയുടെ കോൾഡ് സ്റ്റാർട്ടാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കാണാം കേട്ടോ. വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. ഒരു ടാറ്റ ഇൻഡിക്കയാണ്, 2008 മോഡൽ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ വീല കാണുമ്പോൾ മനസ്സിലാവും, പകുതി മണ്ണിൽ തന്നെയുള്ളത്. ഇതാണ് വണ്ടിയുടെ അവസ്ഥ മൊത്തത്തിൽ. ഇത് എന്തുകൊണ്ടാണ് നിർത്തിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ബോഡിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി നിർത്തിയിട്ട്. അടിഭാഗം ചെറുതായിട്ട്, ഇത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, 2 പീസായിട്ട് കട്ടായി പോയിരിക്കും. അതാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ. ഓക്കെ, രണ്ടായിരത്തി 8 മോഡലല്ലോ. അപ്പോൾ എന്താണ്, നമുക്കിതിൻ്റെ പോണറ്റം തുറന്ന് നോക്കാം വണ്ടിയുടെ. ഇതാണ് എഞ്ചിൻ റൂമിൻ്റെ അവസ്ഥ. ഓയില് പകുതിയേ ഉള്ളൂ. ഫിൽറ്റർ വേണമെങ്കിൽ നമുക്കൊന്ന് ക്രാങ്ക് ആവുന്നില്ലെങ്കിൽ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. നമ്മളെന്തായാലും ബാറ്ററി ഫിക്സ് ചെയ്യാൻ പോകട്ടോ. ഫാൻ ഓണായി ഗൈസ്, ഫാൻ ഡയറക്റ്റ് കണക്ഷൻ കേട്ടോ. ഇതിൻ്റെ ലിഫ്റ്റ് പമ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ ലിഫ്റ്റ് പമ്പ്, പുതിയ മോഡലാട്ടോ. അങ്ങനെ കാണത്തില്ല, മറ്റേതിൻ്റെ പോലെയല്ല, ജസ്റ്റ് പ്രസ്സിങ് ആണ്. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു നോക്കാം. പ്രസ് ചെയ്ത് കൊടുത്തൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്യൂവൽ ഒഴിച്ചു കൊടുക്കാം. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഓണാട്ടോ.
ഫ്യൂവല് വണ്ടിയിൽ അത്യാവശ്യം കാണിക്കുന്നുണ്ട്. റിസർവ് ലൈറ്റ് ഓണാവുന്നുള്ളൂ. എന്നാൽ നമുക്കൊന്ന് ക്രാങ്ക് ചെയ്ത് നോക്കി നോക്കാം. ക്രാങ്ക് ആവുന്നുണ്ട്. നമ്മളത് ക്രാങ്കിങ് പൊസിഷനിലാക്കിയിട്ടുണ്ട്. ക്രാങ്ക് ആക്കാൻ പോവാണ് കേട്ടോ. ഫാൻ കണ്ടിന്യൂസ് ആണ്. ഫിനിഷിംഗ് നോക്കിയോ? പട്ടിയാട്ടോ. കറക്റ്റ് പീരിയോഡിക് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരുന്നു. ടർബോ പോയിട്ടുണ്ട്, അതാണ് ഓയിലടിക്കണേ. ഇന്നൊന്ന് 2 പ്രാവശ്യം ഹീറ്റ് ചെയ്തിട്ട് ക്രാങ്ക് ചെയ്യാം. ഞാൻ ലോഡ് ചെയ്യാം. ഇല്ലേ നമുക്ക് മാനുവലായിട്ട് ഹീറ്റ് കൊടുക്കാം. അടിക്കടാ. കത്തുന്നില്ല? നേരത്തെ കത്തിയായിരുന്നല്ലോ. കത്തല്ലേ? അടി നോക്ക്. അടിയടാ. ഒന്ന് അടിച്ചു നോക്കടാ. ഒന്നൂടെ അടിയടാ. മതിടാ. തരും.
ഇതിലൊരു ഇതാണ് ഇതിൻ്റെ പമ്പ് കേട്ടോ, ലിഫ്റ്റ് പമ്പ്. അടിച്ചോടാ. അടിച്ചോ. എങ്ങടെ ഇടണേ വേണ്ടി അപ്പത്തോട്ട് ഇടാല്ലേ. ജാമണെന്ന് തോന്നുന്നു കേട്ടോ.
നമുക്ക് എന്നാലും വണ്ടി ഒന്ന് ഓടിച്ച് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടായിയാണ് എടുത്ത് ഇങ്ങോട്ടിട്ട്. വീലിയം കിട്ടും. അപ്പോൾ അതേ ഗായ്സ് നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒപ്പമുള്ള നമ്മുടെ കിരൺ ബ്രോ ആണ്. ബ്രോ ഒരു ഹായ് പറ. അപ്പോൾ നമുക്ക് എന്താണ് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ.